വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം. പ്രതി അഫാനും അമ്മ ഷെമിക്കും കൂടി 75 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മുത്തശ്ശിയെ കൊന്ന ശേഷവും അഫാൻ കടങ്ങൾ വീട്ടിയിരുന്നതായി പോലീസ് കണ്ടെത്തി. വിദേശത്ത് പിതാവിന് കടബാധ്യതയുണ്ടായതും അമ്മ ഷെമിയുടെ അസുഖവും കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിപ്പിച്ചു. ഇതോടെ ജീവിത നിലവാരം ഇടിഞ്ഞതും കയ്യിൽ പണമില്ലാതെ വന്നതും പണം തിരികെ ലഭിക്കാനുള്ള ചിലർ ശല്യപ്പെടുത്താൻ തുടങ്ങിയതും അഫാനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നതായും പോലീസ് പറയുന്നു. പിതാവ് അബ്ദുൾ റഹീം വിദേശത്ത് ബിസിനസ് നടത്തി കടബാധ്യത വരുത്തിയതിനാൽ യാത്രാവിലക്കുണ്ട്. ഇതിനിടെ ഉമ്മയുടെ ചികിത്സാ ചെലവും സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവും കണ്ടെത്താനാകാതെ അഫാൻ ബുദ്ധിമുട്ടിലായിരുന്നു. ജോലിയില്ലാത്തതും നിത്യച്ചെലവിനു പോലും പണം കണ്ടെത്താനാകാത്തതും സ്നേഹിച്ച പെൺകുട്ടിയെ ഒപ്പം കൂട്ടിയതിലുണ്ടായ പ്രതിസന്ധിയും അഫാനെ അസ്വസ്ഥനാക്കി. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ നിന്ന് 40,000 രൂപ അഫാൻ സ്വന്തം അക്കൗണ്ട് വഴി കടക്കാർക്ക് നൽകിയെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇതിനുശേഷമാണ് എൻ പുരത്തെത്തി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത്. അതേസമയം കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലകൾ ഓരോന്നും പ്രതി നടപ്പിലാക്കിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഫസാനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സഹോദരനായ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലേക്ക് കുഴിമന്തി വാങ്ങാൻ അഫാൻ പറഞ്ഞയക്കുകയായിരുന്നു. അഫ്സാൻ ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട്ടിലെത്തുന്നതിൻ്റെയും കുഴിമന്തി വാങ്ങുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അനുജനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മൃതദേഹത്തിന് സമീപം വിതറുകയാണുണ്ടായത്. കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതീവ രഹസ്യമായി ചൊവ്വാഴ്ചയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ഈ മൊഴിയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഫാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്.